ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. സൗദിയിൽ വാടക നിയമത്തിൽ വൻ മാറ്റങ്ങൾ, പ്രവാസി മലയാളികൾക്ക് ആശ്വാസം. സൗദിയിൽ പരിഷ്കരിച്ച വാടക നിയമം പ്രാബല്യത്തിലായി. സൗദിയുടെ തലസ്ഥാനമായ റിയാദ് നഗരത്തിലെ കെട്ടിട വാടക വർധനവ് അടുത്ത 5 വർഷത്തേക്ക് മരവിപ്പിച്ചുകൊണ്ട് മന്ത്രിസഭ സുപ്രധാനമായ നിയമനിർമ്മാണം നടത്തി. ഭവനച്ചെലവ് സ്ഥിരപ്പെടുത്തുന്നതിനും വാടകക്കാരും കെട്ടിട ഉടമകളും തമ്മിൽ നീതി ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ ഈ നടപടി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ നിർദ്ദേശപ്രകാരമാണ് നടപ്പാക്കിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമങ്ങൾ റിയാദിന്റെ നഗരപരിധിയിലുള്ള വാണിജ്യ താമസ കെട്ടിടങ്ങളുടെ വാടക 5 വർഷത്തേക്ക് വർദ്ധിപ്പിക്കുന്നത് തടയും. റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റിയുടെ ശുപാർശ പ്രകാരം രാജ്യത്തെ മറ്റ് നഗരങ്ങളിലേക്കും ഈ പരിഷ്കാരം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾക്കും ഫ്ളാറ്റുകൾക്കും നേരത്തെ രജിസ്റ്റർ ചെയ്ത ഏറ്റവും ഒടുവിലത്തെ കരാറിലെ വാടകയായിരിക്കും പുതിയ വാടക. എന്നാൽ ആദ്യമായി വാടകയ്ക്ക് നൽകുന്ന കെട്ടിടങ്ങളുടെയോ ഫ്ളാറ്റുകളുടെയോ വാടക കെട്ടിട ഉടമയ്ക്കും വാടകക്കാർക്കും സ്വതന്ത്രമായി തീരുമാനമെടുക്കാം. രാജ്യത്തുടനീളമുള്ള എല്ലാ വാടക കരാറുകളും ഇജാർ പ്ലാറ്റ്ഫോം വഴി രജിസ്റ്റർ ചെയ്തിരിക്കണം. കരാർ വിവരങ്ങൾക്കെതിരെ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ 60 ദിവസത്തിനകം ഉന്നയിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ റെസിഡൻഷ്യൽ മേഖലകളിലെ വാണിജ്യ സ്ഥാപനങ്ങൾ രാത്രി 12 മണി വരെ മാത്രം പ്രവർത്തിക്കാൻ അനുമതി. കർശന നിർദ്ദേശം കുവൈറ്റ് മുനിസിപ്പാലിറ്റി പുറത്തിറക്കി. കുവൈത്തിലെ 6 ഗവർണറേറ്റുകളിലെയും സ്വകാര്യ റെസിഡൻഷ്യൽ ഏരിയകളിലുമുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്ക് രാത്രി 12 മണിക്ക് ശേഷം പ്രവർത്തിക്കാൻ അനുമതിയില്ലെന്ന് കുവൈറ്റി മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഈ തീരുമാനം റെസ്റ്റോറന്റുകൾക്കും ബാധകമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. റെസിഡൻഷ്യൽ മേഖലകളിലെ വാണിജ്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം രാത്രി 12 മണിവരെയായി നിജപ്പെടുത്തിക്കൊണ്ട് നഗരസഭ അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ സ്ഥാപനങ്ങൾക്ക് നേരിട്ടുള്ള വിൽപ്പന നടത്താനോ പാർക്കിംഗ് ഏരിയകൾ പോലുള്ള പരിസരത്തിനുള്ളിൽ വെച്ച് ഡെലിവറി നടത്താനോ അനുമതിയില്ല. ഓർഡറുകൾ പുറത്ത് എത്തിച്ചു നൽകുക എന്നത് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ പുതിയ സമയപരിധി റെസിഡൻഷ്യൽ പ്രദേശങ്ങളിലെ താമസക്കാരുടെ സ്വസ്ഥത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപ്പാക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാൻ സ്വന്തം പേയ്മെന്റ് കാർഡ് പുറത്തിറക്കുന്നു. ചെലവ് കുറഞ്ഞ രീതിയിൽ പണമിടപാട് നടത്താം. ഒമാൻ ബാങ്കുകളുമായി സഹകരിച്ചാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ മാൽ എന്ന പേരിൽ പേയ്മെന്റ് കാർഡ് പുറത്തിറക്കുന്നത്. ചെലവ് കുറഞ്ഞ രീതിയിൽ രാജ്യത്ത് പണമിടപാട് നടത്താം. ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകൾക്കും ഒരുപോലെ സുഗമവും സുരക്ഷിതവുമായ പേയ്മെന്റ് മാർഗമാണ് മാൽ കാർഡ്. സാമ്പത്തിക ഇടപാട് വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. വിദേശ പേയ്മെന്റ് സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.